എടയൂർ പഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയും ഇരിമ്പിളിയം പഞ്ചായത്തിലെയും വളാഞ്ചേരി നഗരസഭയിലെയും നിലവിലെ കുടിവെള്ള പദ്ധതിയുമാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചത്. 2017-18 വാർഷിക പദ്ധതിയിൽ 72.17 കോടി രൂപയും ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിമ്പിളിയം എടയൂർ പഞ്ചായത്തുകളിൽ ഗാർഹിക കണക്ഷൻ നൽകുന്നതിന് 48.59 കോടി രൂപയുടെ ഭരണാനുമതിയും ലഭിച്ച പദ്ധതിയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തത്. ഇരിമ്പിളിയം മേച്ചേരിപ്പറമ്പിൽ 26 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലശുദ്ധീകരണശാലയും തൂതപ്പുഴയിലെ കൈതക്കടവിലെ പമ്പ് ഹൌസിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പിംഗും നടത്തി. 36.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂതല സംഭരണിയും സ്ഥാപിച്ചു. എടയൂർ പൂക്കാട്ടിരിയിൽ 23 ലക്ഷം സംഭരണശേഷിയുള്ള ഉന്നതതര സംഭരണിയും ശുദ്ധീകരണശാലയിൽ നിന്നും സംഭരണിയിലേക്ക് 8.5 കിലോമീറ്റർ ദൂരത്തിൽ പ്രധാന പൈപ്പ് ലൈനും 124 കിലോമീറ്റർ വിതരണ ശൃംഖലയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചത്. ഇരിമ്പിളിയം എടയൂർ ഗ്രാമപഞ്ചായത്തുകളിലായി 110 കിലോമീറ്റർ വിതരണ ശൃംഖലയും ജലലഭ്യതയ്ക്കായി പുഴയുടെ മധ്യഭാഗത്ത് കളക്ഷൻ വെല്ലും നിലവിലെ കിണറുമായി ബന്ധിപ്പിച്ച് പൈപ്പ് ലൈനും 10,791 ഗാർഹിക കണക്ഷനുകളും പൂർത്തിയാക്കി. നിലവിലെ കണക്ഷനുകൾ ഉൾപ്പെടെ 15,000-ഓളം വീടുകളിലേക്ക് പുതിയ പദ്ധതി പ്രകാരം കുടിവെള്ളമെത്തും. പ്രൊഫസർ അബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷത വഹിച്ചു. എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് KP വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. വികസനത്തിന് യാതൊരു തടസ്സവുമില്ലാതെ, ബന്ധങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ, എല്ലാ ബന്ധങ്ങളും എല്ലാ സ്നേഹങ്ങളും വികസന പ്രവർത്തനങ്ങളിലുള്ള എല്ലാ സഹായങ്ങളും പരസ്പരം അന്വേഷണം നടത്തിക്കൊണ്ട് ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി ഏത് തരത്തിലാണോ ജനപ്രതിനിധികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക അത് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ റോഷി ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി മുഴുവൻ സഹായവും ചെയ്തു തന്നിട്ടുണ്ട് എന്നത് വളരെ ഉദാരതയോടുകൂടി ഹൃദയവേദകമായി അംഗീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുകയാണ് അദ്ദേഹത്തെ. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ധാരാളം മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ്. 44-ലധികം നദികളും പുഴകളും തടാകങ്ങളും അരുവികളും നീർച്ചാലുകളും, എവിടെ നോക്കിയാലും വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ കാലത്തിൻ്റെ മാറ്റം, അതോടൊപ്പം ഉണ്ടായിരിക്കുന്ന വ്യത്യാസം എല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നേരിടുന്ന കണക്കുകളാണ് കാണാൻ കഴിയുന്നത്. ഭൂഗർഭജലം കുറയുക, എന്നാൽ കടലിലെ ജലനിരപ്പ് ഉയരുക. മാത്രമല്ല, ഭൂഗർഭജലമെടുത്ത് പരിശോധിച്ചാൽ ഉപരിതലത്തിലെ വെള്ളമെടുത്ത് നോക്കുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലും കാണുന്നത് മനുഷ്യ വിസർജ ഘടകമുള്ളതായിട്ടാണ്. ഈ ചാനൽ ന്യൂസ് എടയൂർ. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.